നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? അപ്പം നമ്മളിന്ന് വിൻ്റർ ഹെയർ കെയർ ആ ഒരു ഹാക്സും ട്രിക്സും ആ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിന്ന് ഷെയർ ചെയ്യണത്. അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, ഹെയറിന് അങ്ങനെ വലിയ കെയർ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഭയങ്കര എന്താ പറയുക, പ്രൊഡക്റ്റുകൾ, പുതിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ പുതിയ പാക്ക്, പുതിയ എണ്ണ, അങ്ങനെ ഒന്നും വേണ്ട. കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിൽ ജസ്റ്റ് ഒരു വ്യത്യാസം വരുത്തിയാൽ മതി. എൻ്റെ ഒരു എക്സ്പീരിയൻസും എൻ്റെ അനുഭവമായിട്ട് ഷെയർ ചെയ്യണത്. അപ്പോൾ എന്തായാലും നമുക്ക് അതിലേക്ക് കടക്കാം. പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ, നമ്മുടെ ഈ പഠനങ്ങളൊക്കെ തെളിയിച്ചിട്ടുള്ളത്, കുറച്ച് പേരുടെ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞൊരു കാര്യം കേട്ടോ. നമ്മുടെ മുടി കൂടുതൽ, അതായത് സാധാരണ വളരുന്നതിൻ്റെ ആ ഒരു അത് വെച്ചിട്ട് മുടി കൂടുതൽ വളരുന്ന ആ ഒരു സമയം വേനൽക്കാലത്താണ് കേട്ടോ. അപ്പം മുടിക്ക് തിരിച്ച് ഓപ്പോസിറ്റ് നോക്കുമ്പോൾ മുടിക്ക് ഡാമേജസ് കൂടുന്ന സമയം മഞ്ഞുകാലത്താട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ കെയർ കൊടുക്കേണ്ടത് ഈ മഞ്ഞുകാലത്താട്ടോ കൂടുതൽ. കാരണം മുടിക്ക് കൂടുതൽ ഡാമേജസും കേടുപാടുകൾ, അതേപോലെ ഹെയർ ലോസ്, ഡാൻഡ്രഫ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ വരാനായിട്ട് കൂടുതൽ ആ ഒരു ചാൻസ് കൂടുതലുള്ളത് ഈ വിൻ്റർ സീസണിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ കോമൺ ആയിട്ട് എല്ലാവർക്കും നിങ്ങൾക്ക് അറിയുന്നതും അല്ലെങ്കിൽ കുറേ പേർക്ക് അറിയാത്തതായിട്ടുള്ള കുറച്ച് കോമൺ കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതായത് ജസ്റ്റ് നമുക്കിങ്ങനെ നമ്മുടെ ഡെയിലി റുട്ടീനിൽ നമ്മൾ മാറ്റം വരുത്തേണ്ട ചെറിയ കാര്യങ്ങൾ, എന്താ പറയുക, നമ്മൾ ചെയ്തു പോകുന്ന കാര്യങ്ങളിൽ ഇങ്ങനെ കുഞ്ഞു മാറ്റം വരുത്തിയാൽ നമുക്ക് നന്നാവും, അങ്ങനെ തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ടോ. നമ്മൾ എല്ലാ മഞ്ഞുകാലത്തും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യത്തെ നോക്കാം. അപ്പോൾ ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പല കാര്യങ്ങളും മുടിക്ക് ചെയ്യും, കുറേ ട്രീറ്റ്മെൻറ്റുകൾ, കളറിങ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്യില്ലേ. ഇത് നമ്മൾ ഈ വിൻ്റർ സീസണിൽ ഒഴിവാക്കുക. നിങ്ങൾ ഈ സീസണിൽ നിങ്ങൾ ഇതൊന്നും ചെയ്യാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. അതാണ് പഠനങ്ങളൊക്കെ തെളിയിക്കുന്നത് കേട്ടോ. കാരണം വെച്ചാൽ ഭയങ്കര ഡാമേജസും മുടിക്ക് കൂടുതൽ പ്രശ്നങ്ങൾ വരാനായിട്ട് ചാൻസ് കൂടുതലാണ്. നിങ്ങൾ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ നമ്മൾ ഈ ഒരു മഞ്ഞുകാലം ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പ്ലാൻ ഇടാട്ടെ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പലർക്കും ഷാമ്പു ഇട്ടില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ലല്ലോ. പക്ഷെ നമ്മൾ എണ്ണ തേക്കാണ്ട് ഊട്ടി പോയിട്ട് വെറുതെ തല നനച്ചിട്ട് കുറേ ഷാമ്പു ഇട്ടിട്ട് നമ്മൾ പോരില്ലേ, അങ്ങനെ ഒരിക്കലും നമ്മൾ ഈ ഒരു വിൻ്റർ സീസണിൽ ചെയ്യരുത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ വിൻ്റർ സീസണിൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി നന്നായിട്ട് എന്താ പറയുക വരളും, അതായത് ഡ്രൈ ആവും. ഇപ്പോൾ എസ്പെഷ്യലി ഓയിലി സ്കാൾപ്പുള്ളവർക്ക് പോലും നന്നായിട്ട് ഡ്രൈ ആവും. എന്നിട്ട് നമുക്ക് വരുന്നത് എന്താണെന്ന് വെച്ചാൽ താരനാണ്. താരം വന്നു കഴിഞ്ഞാൽ ഒപ്പം നമ്മുടെ മുടിയും കൊഴിയും, അത് നമുക്ക് 100% ഷുവറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വെറുതെ ഷാമ്പു ഇട്ടിട്ട് കുളിച്ച് അങ്ങനെ ഇതാക്കരുത്. എണ്ണ ഉപയോഗിക്കുമ്പോൾ മാത്രം ഷാമ്പു ചെയ്യാം. പിന്നെ എന്ന് പറയുമ്പോൾ കുറേ പേർക്ക് ഡൗട്ടാണ് ഈ എണ്ണ എത്ര പ്രാവശ്യം തേക്കണമെന്ന്. അപ്പോൾ നമ്മൾ ഈ ഒരു സീസണിൽ, അല്ലെങ്കിലും ഈ സീസൺ ആണെങ്കിലും അല്ലെങ്കിലും, നമ്മൾ ആഴ്ചയിൽ ഒരു 3 തവണ എണ്ണ തേക്കുക. പരമാവധി ഒരു 2 തവണയെങ്കിലും നമ്മൾ ആഴ്ചയിൽ എണ്ണ തേക്കുക കേട്ടോ. 2 തവണ മസ്റ്റായിട്ട് തേക്കുക. പിന്നെ ചിലർക്ക് ഡെയിലി തേച്ചില്ലെങ്കിൽ സുഖം ഉണ്ടാവില്ല, അങ്ങനെയുള്ളവർക്ക് തേക്കാം. അവർ തേക്കേണ്ട എങ്ങനെയാണെന്നൊക്കെ അറിയാതിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഫസ്റ്റായിട്ട് നമ്മൾ എണ്ണ തേക്കുന്ന ആഴ്ചയിൽ 2 തവണ നന്നായിട്ട് തേക്കുക. അതെങ്ങനെയാണ് തേക്കേണ്ടതെന്നുള്ള നമ്മുടെ ഹാക്ക് പിന്നീട് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പരമാവധി നമ്മൾ നനഞ്ഞ മുടിയായിട്ട് പുറത്തേക്ക് ഇറങ്ങാതിരിക്കുക. പരമാവധി നമ്മൾ എവിടെയെങ്കിലൊക്കെ പോകാനായിട്ട് നമ്മൾ മുൻകൂട്ടി ചെയ്ത പ്ലാനുകളൊക്കെ ആണെങ്കിൽ തലമുടി നേരത്തെ തന്നെ കുളിച്ച് അല്ലെങ്കിൽ നേരത്തെ തന്നെ ഉണക്കി ഡ്രൈ ആക്കി സൂക്ഷിക്കുക കേട്ടോ. നമ്മൾ നനഞ്ഞ മുടിയായിട്ട് അങ്ങനെയുണ്ട് ഇറങ്ങരുത്. പക്ഷെ നമുക്കത് എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റില്ല. കാരണം ജോലിക്ക് പോകുന്നവർക്കൊക്കെ ചിലപ്പോൾ കുളിച്ച പടി പോണവരൊക്കെ ഉണ്ട്. അപ്പോൾ അത് എന്നാലും നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മൾ മുൻകൂട്ടിയൊക്കെ പ്ലാൻ ചെയ്ത് എവിടേക്കെങ്കിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ആഴ്ചയിൽ 1 തവണ നമ്മൾ പാക്ക് ഉപയോഗിക്കുക. കുറേ പാക്കുകൾ ഉപയോഗിക്കരുത്. ഒറ്റ തവണ ആഴ്ചയിൽ 1 ദിവസം നമ്മൾ പാക്ക് ഉപയോഗിക്കുക, ബാക്കി 2 ദിവസം നമ്മൾ എണ്ണ ഇടുക. ഇത് മസ്റ്റായിട്ടുള്ള ഒരു റുട്ടീനാണ്. പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് എണ്ണ ഇപ്പോൾ ഡെയിലി തേക്കുന്നുണ്ടെങ്കിൽ ഡെയിലി തേക്കാം. ഇത്രയും കാര്യങ്ങളാണ് കോമൺ ആയിട്ടുള്ള കുറച്ച് ഹാക്കുകൾ. നമുക്കിങ്ങനെ പറഞ്ഞ് നമ്മുടെ ആ ഒരു റുട്ടീനിൽ നമുക്ക് ജസ്റ്റ് വെറുതെ ഒരു മാറ്റം വരുത്താൻ പറ്റണത്. പിന്നത്തേന്ന് പറഞ്ഞാൽ, ഈ എണ്ണ തേക്കുമ്പോൾ ചിലർക്ക് ഭയങ്കരമായിട്ട് ജലദോഷം, തുമ്മൽ, അങ്ങനെ എണ്ണ തേക്കാനേ പറ്റുന്നില്ല മഞ്ഞാലത്ത്, ഭയങ്കര ശ്വാസം മുട്ടലൊക്കെ വരിക. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യമാണ് നമ്മൾ കാണാൻ പോണ ഹാക്കാണ്. അതായത് എണ്ണ എങ്ങനെ തേക്കണം ഈ മഞ്ഞുകാലത്ത്. ഇപ്പം നമ്മുടെ നിലാസെർപ്സിൻ്റെ ഹെയർ ഗ്രോത്ത് ഓയിൽ ആണെങ്കിൽ ഈ മഞ്ഞുകാലത്ത് നമുക്ക് ഒന്നാമത്തെ നെല്ലിക്ക, കഞ്ഞുണ്ണിയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും നമുക്ക് എല്ലാവർക്കും കേട്ടോ നമ്മുടെ മുടിക്ക് നല്ലതാണ്. ഞാനിപ്പോൾ കാണിക്കാൻ പോണ മെത്തേഡിൽ ചെയ്യുമ്പോൾ, അതിപ്പോൾ ഈ നമ്മുടെ ഹെയർ ഓയിൽ എന്ന് പറയുമ്പോൾ ഈ മഞ്ഞാലത്ത് മാത്രം അങ്ങനെ ചെയ്താൽ മതി. ബാക്കിയുള്ളത് നിങ്ങളുടെ ഇഷ്ടത്തിന് അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ആദ്യത്തെ ഹാക്ക് നോക്കാം, എങ്ങനെയാണ് നമ്മൾ എണ്ണ തേക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ അടുക്കളയിലേക്ക് ചെല്ലാം. എന്നിട്ട് നമുക്ക് നമ്മുടെ അടുപ്പ്
കത്തിക്കാം. നമ്മളൊരു പഴയ പാത്രം എടുക്കുക. ഡെയിലി നമുക്ക് എണ്ണ തേക്കുമ്പോൾ ഈ പാത്രം തന്നെ സ്ഥിരമായിട്ട് എടുക്കുകയാണെങ്കിൽ നല്ലതാട്ടോ. കാരണം വെച്ചാൽ ഈ പാത്രം കുറച്ച് പെട്ടെന്ന് ചൂടാവുന്ന, അടി കട്ടി കുറവുള്ള ഒരു സ്റ്റീലിൻ്റെ മാതിരിയുള്ള ഒരു പാത്രം എടുത്തിട്ട് ചൂടാക്കുക. എന്നിട്ട് തീ ഓഫ് ചെയ്യാട്ടോ. എന്നിട്ട് നമ്മൾ ഏത് എണ്ണയാണ് ഉപയോഗിക്കുന്നത്, ഇപ്പം നിങ്ങൾ നിലാസെറപ്സിൻ്റെ എണ്ണയാണെങ്കിൽ അത് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തെടുക്കുക. ബാക്കി എണ്ണയാണെങ്കിലും കുലുക്കി എടുക്കുന്നത് നല്ലതാണ്. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് ചൂടായ പാത്രത്തിലേക്ക്, അതായത് തീ പാടില്ല, ജസ്റ്റ് ചൂടായ പാത്രത്തിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് നമ്മളൊരു ഇളം ചൂടോടുകൂടി, അതായത് തിളച്ച ചൂടോട് കൂടിയിട്ടല്ല, ആ ഇളം ചൂടോടുകൂടി നമ്മുടെ തലയിലേക്ക് നമ്മൾ ഈ ഒരു എന്താ പറയുക എണ്ണ തേച്ച് കൊടുക്കുക. അതായത് വളരെ ഭയങ്കരമായിട്ട് ചൂടുണ്ടാവാൻ പാടില്ല കേട്ടോ. നമുക്കിങ്ങനെ ഭയങ്കര എന്താ പറയുക അത്രയ്ക്കും നേരിയ ചൂട് മാത്രം. ഓക്കെ, അത് ജസ്റ്റ് നമ്മുടെ കൈയൊക്കെ ഇതുപോലെ പിടിക്കാൻ പറ്റണം. ഞാൻ പാത്രമൊക്കെ പിടിച്ചാണ് കണ്ടത്, അപ്പം അത്രയും ചൂടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ആ ഒരു ചെറിയ നേരിയൊരു ചൂടിൽ നമ്മൾ ജസ്റ്റ് നമ്മുടെ എന്താ പറയുക മുടിയിൽ എണ്ണ അതുപോലെ തൊട്ടുപറ്റി അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ രീതിയിൽ നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ചെയ്യാം കേട്ടോ. അപ്പം ഈ ഒരു വിൻ്റർ സീസണിൽ എണ്ണ തേച്ച് കുളിച്ചതിൻ്റെ അന്ന് പനി വരുന്ന കുട്ടികളും അതേപോലെ ജലദോഷം വരുന്ന കുട്ടികൾക്കൊക്കെ ഈ ഒരു മെത്തേഡ് ഭയങ്കര നല്ലതാട്ടോ. അവിടെ ചേട്ടൻ എന്തോന്നൊന്ന് പറയുന്നുണ്ട്, അതാണ് ഞാൻ അങ്ങനെ നിൽക്കണത് കേട്ടോ. എന്തോ സംസാരിക്കുന്നുണ്ടായിരുന്നു, അതാണ്. അപ്പോൾ നമ്മൾ എല്ലാവരുടെയും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇരിക്കുന്നിടത്ത് പൊരിഞ്ഞ വെയിലാണ്, അതാണ് ഇങ്ങനെ ആകെ ഒരുമാതിരി മഞ്ഞ കളറും ചുവപ്പ് കളറും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടൊരു കളറാട്ടോ. അപ്പം നന്നായിട്ട് നമ്മൾ തേച്ച് പിടിപ്പിക്കുക. ഇത്രേ ഉള്ളൂ. നമ്മൾ അപ്ലൈ ചെയ്ത് തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ജലദോഷപ്പനി അല്ലെങ്കിൽ ശ്വാസം മുട്ടലൊക്കെ ഉള്ളവരാണെങ്കിൽ നന്നായിട്ട് മസാജ് ചെയ്തിട്ട് നമ്മൾ ഒരു 5 മിനിറ്റ് മാത്രം വെക്കുക. മസാജിങ് കുറച്ച് കൊടുക്കുക, എന്നിട്ട് നേരെ കുളിക്കുക. അല്ല നമുക്ക് പ്രശ്നമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതുമാതിരി കുറച്ച് നേരം കെട്ടി വെക്കുക. അതായത് ഒരു 20 മിനിറ്റോളം കെട്ടി വെച്ചിട്ട് നമ്മൾ നേരെ വാഷ് ചെയ്യുക. അപ്പം എൻ്റെ മുടി ഇപ്പോഴും നല്ല തുമ്പൊക്കെ നല്ല ഒരേ ലെവലായിട്ട് നിൽക്കുന്നത്. എന്താ പറയുക, ഇത്ര വെട്ടിയിട്ട് ഇത്ര ആയിട്ടുണ്ട്, ഒരേ ലെവലാണ്. അപ്പം നമ്മളത് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാനാണ് ഞാൻ ഇപ്പോൾ ശ്രമിക്കുന്നത് കേട്ടോ. എന്തായാലും നമുക്ക് നോക്കാം. അപ്പം ഇതാണ് നമ്മുടെ ആ ഒരു മെത്തേഡ്, എണ്ണ തേക്കണ മെത്തേഡ് കേട്ടോ. അപ്പം എണ്ണ തേച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടല്ലോ, ഇതുപോലെ നമ്മൾ എണ്ണ തേക്കുക. ഇത് നമുക്കിപ്പോൾ മഞ്ഞുകാലത്താണ് ഞാൻ ചെയ്യാറുള്ളൂ. ബാക്കിയുള്ള സമയത്ത് നമ്മുടെ എണ്ണ സാധാ മാതിരി ഉപയോഗിച്ചാൽ മതി, വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, എണ്ണ ഒരിക്കലും ചൂടാക്കരുത്, പാത്രം മാത്രമേ ചൂടാക്കാൻ പാടുള്ളൂ കേട്ടോ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പാത്രമേ ചൂടാക്കുള്ളൂ. ചൂടാക്കിയ പാത്രത്തിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക മാത്രമേ ചെയ്യണ്ടൂ കേട്ടോ. ആദ്യം നമ്മൾ ഒരുമാതിരി പെട്ട് നന്നായിട്ട് നല്ല പാകമായി വന്ന എണ്ണയാണ് ഇത്. നമ്മൾ വീണ്ടും വീണ്ടും തിളപ്പിച്ച് ചൂടാക്കി അങ്ങനെ അതിൻ്റെ ഗുണമില്ലാണ്ടാക്കരുത്. പലർക്കും ഡൗട്ട് ഉണ്ടാവും, ഞങ്ങൾ സ്ഥിരമായിട്ട് എണ്ണ തേക്കുന്നവരാ, അപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് ഷാമ്പൂ ഇടണോ അങ്ങനെയൊക്കെ. നിങ്ങൾക്ക് ഒന്നും കിട്ടിയില്ലെങ്കിൽ ചീവയ്ക്കാപ്പൊടി ഉണ്ട്. ചീവയ്ക്കാപ്പൊടി എന്ന് പറഞ്ഞാൽ നമുക്ക് ചീവയ്ക്കാപ്പൊടി എന്ന് പറഞ്ഞിട്ട് കിട്ടും, ചീവയ്ക്കാന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങാടിക്കടയിൽ നിന്ന് കിട്ടും. അത് നമ്മൾ പൊടിച്ചു കൊടുന്ന് വെച്ചിട്ട് ഡെയിലി ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഞാൻ തന്നെ പലതരത്തിലുള്ള ഷാമ്പൂസിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഉലുവ വെച്ചിട്ട് ഷാമ്പൂ, അതുപോലെ തന്നെ നമ്മുടെ എള്ള് താളി, അതുപോലെ തന്നെ അങ്ങനെ പല ടൈപ്പ് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഡെയിലി ഷാമ്പൂ ഇടാതെ, ഷാമ്പൂ മീൻസ് നമുക്ക് പതയുന്ന ഷാമ്പൂസ് ഉപയോഗിക്കാതെ വീട്ടിലുള്ള നാച്ചുറൽ ചെമ്പരത്തി താളി അങ്ങനെയുള്ള താളി പൗഡറുകൾ ഉപയോഗിക്കുക. നമ്മൾ എങ്ങോട്ടും പോകണമെന്നില്ല, വീട്ടിൽ തന്നെ നിൽക്കാന്നുണ്ടെങ്കിൽ ഇപ്പൊ ആഴ്ചയിൽ ഒരു 2 തവണ ഹെയർ നമ്മൾ ഓയിൽ ഇടുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് മൈൽഡായിട്ടൊക്കെ ഷാമ്പൂ ഉപയോഗിക്കാം, മൈൽഡ് ഷാമ്പൂസ് കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ വീട്ടിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഒരു 90% എണ്ണ പോകുന്ന എന്തെങ്കിലും താളി പൗഡറോ പൊടിയോ അല്ലെങ്കിൽ താളി ഉപയോഗിച്ചാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷാമ്പൂ പൗഡർ വീട്ടിൽ റെഡിയാക്കുന്നതാണെങ്കിൽ ഉഴുന്ന് ഷാമ്പൂ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി, അത്രയും മതി. നെക്സ്റ്റ് വന്നിട്ട് പാക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, ഈ മഞ്ഞുകാലത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഞാൻ സ്ഥിരമായിട്ട് ഇപ്പോൾ ഒരു പാക്ക് ചെയ്യുന്നുള്ളൂ. ആ പാക്ക് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നതും എൻ്റെ മുടിക്ക് നല്ല ഒരു തിക്ക് വരാനാണ് ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത്. പിന്നെ അതുപോലെ ഒരു ഷൈനിയൊക്കെ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ആ പാക്ക് ആകുമ്പോൾ ഈ വിൻ്റർ കാലത്ത് ഏത് പാക്ക് ഇടും എന്നായിരിക്കും അങ്ങനെ മനസ്സിൽ വരും നമുക്കിങ്ങനെ, ഞാൻ അങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത് കാണുമ്പോഴേ. അപ്പം നമ്മൾ ചെറിയൊരു വ്യത്യാസം അതിൽ വരുത്തിയാൽ മതി, അതേ പാക്ക് തന്നെ നമുക്ക് ഉപയോഗിക്കാം. മുടി നന്നായിട്ട് നറിഷിങ് ആവാനായിട്ടുള്ള ഒരു കാര്യം നമ്മൾ അതിൽ ആഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് എന്തായാലും അത് നോക്കിയിട്ട്. അപ്പോൾ പ്രത്യേകിച്ചൊന്നും ഇല്ല, എൻ്റെ പാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണമല്ലോ, നമ്മുടെ എഗ് വൈറ്റും കോക്കനട്ട് മിൽക്കും ആയിട്ടുള്ളത് സ്ഥിരമായിട്ട് ഇപ്പം തന്നെയാണ് ഉപയോഗിക്കണേ. മുടി നന്നായിട്ട് കട്ടി വരാനും നല്ല ഗ്ലോ ആയിട്ടിരിക്കാനും ഷൈനി അതുപോലെ സ്ട്രൈറ്റ് ആൻഡ് ലുക്കൊക്കെ ആയിട്ട് നമുക്ക് കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന കുറേ പേര് ട്രൈ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. കണ്ടിന്യൂ ആയിട്ട് ചെയ്യൂ കേട്ടോ. നമുക്കപ്പോൾ ഇതിനായിട്ട് ആദ്യം വേണ്ടത്, നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ മുമ്പ് കാണിച്ച പോലെ തന്നെ എല്ലാവർക്കും അറിയുന്നതാണ്, എന്നെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ എഗ് വൈറ്റ് ആണ് വേണ്ട. പിന്നത്തെ ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മളിതിൽ കൂടുതൽ ചേർക്കുന്നുള്ളൂ. ഈ ഒരു വിൻ്റർ സീസണിൽ നിങ്ങൾക്ക് പറ്റുവെച്ചാൽ ഇതൊന്ന് ഈ ഒരു പാക്കിൽ ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ നല്ല ചപ്പിളിവിളിയായിട്ട് കറുത്ത് കരിമാടിക്കുട്ടന്മാരായിരിക്കുന്ന ഈ ഒരു പഴം, അതായത് ചെറുപഴം ഇപ്പോൾ ഏതാണെങ്കിലും കുഴപ്പമില്ല, ചെറുപഴം തന്നെ എടുക്കൂ കേട്ടോ, അതിട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത്, ഞാനിവിടെ തേങ്ങാപ്പാൽ ഇന്നിപ്പോൾ എടുക്കുന്നില്ല, അപ്പം അതുകൊണ്ട് തന്നെ വീട്ടിൽ തേങ്ങ പൊളിക്കാത്തതുകൊണ്ട് തേങ്ങാപ്പാലിൻ്റെ പൗഡർ എടുക്കുന്നത്. ഇത് സ്കിന്നിനും ഹെയറിനും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ പാൽപ്പൊടി
അതായത് തേങ്ങ പാൽപ്പൊടി ഞാൻ സ്ഥിരമായിട്ട് എടുക്കാറില്ല, അതുകൊണ്ട് തന്നെ അധികം കഴിഞ്ഞിട്ടില്ല. ഞാൻ കൂടുതലും നമ്മുടെ വീട്ടിൽ തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ അതാണ് എടുക്കുക. കാരണം മുടി നല്ല ലുക്കായിട്ട് നല്ല സ്ട്രെയിറ്റ് ആൻഡ് നല്ലൊരു ഷൈനി ഗ്ലോ ലുക്കൊക്കെ കിട്ടും കേട്ടോ. നമ്മൾ ഈ ഒരു പാക്ക് ഇട്ടാൽ നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക. നല്ലൊരു തിക്ക് പേസ്റ്റ്, അതായത് വെള്ളം പോലെ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യരുത്, ഇതന്നെ മതി. ഒരു തിക്കെന്ന അത്രയ്ക്ക് അങ്ങോട്ട് കട്ടിയില്ല, അത്യാവശ്യം നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യാൻ പാകത്തിന് നമുക്ക് കിട്ടും കേട്ടോ. ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു തവണ മതി കേട്ടോ. ഈ ഒരു വിന്റർ സീസണിൽ ഒരു തവണ മതി, അധികം കുറേ പാക്കൊന്നും നമ്മൾ ആഡ് ചെയ്യണില്ല. ഞാനിപ്പോൾ കൂടുതൽ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം എണ്ണ തേക്കുക, അല്ലെങ്കിൽ 2 ദിവസം എണ്ണ തേച്ചിട്ട് ഒരു ദിവസം ഈ പാക്ക് ഇടാണ് ഇപ്പം ചെയ്യണത്. പിന്നെയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും. കാരണം എന്തെങ്കിലും ഇപ്പോൾ കാരണവശാൽ എണ്ണ തേക്കാൻ പറ്റിയില്ല, ഇപ്പോൾ 2 വീഡിയോ ഒക്കെ എടുക്കണം, മുടിയൊക്കെ എണ്ണ തേച്ച് കുളിക്കാൻ പറ്റിയില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ പാക്ക് 2 ദിവസം ഇടും, അത്രേ ഉള്ളൂ. എന്നാലും കൂടുതൽ ആഴ്ചയിൽ ഒരു തവണ ഇടുള്ളൂ. നന്നായിട്ട് നമ്മൾ ജടയൊക്കെ കളഞ്ഞിട്ട് എണ്ണ തേക്കാത്ത ദിവസം ഈ പാക്ക് നമ്മൾ അപ്ലൈ ചെയ്യുക. ഒരു 20 മിനിറ്റ് വെക്കുക. നമ്മൾ വെറുതെ വാഷ് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും താളി പൗഡർ വെച്ചിട്ട് വാഷ് ചെയ്യുക. ഷാമ്പു ഉപയോഗിക്കരുത് കേട്ടോ. ഓക്കെ, ഇതാ കണ്ടില്ലേ നമ്മുടെ മുടി നല്ല ഗ്ലോ ഷൈനി അതുപോലെ തന്നെ നല്ല ലുക്കായിട്ട് ഇരിക്കുന്നുണ്ട്. എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത് അമ്മൂട്ടിയാണ്, അതുകൊണ്ട് എത്രത്തോളം ശരിയായിട്ടുണ്ടെന്നൊന്നും എനിക്ക് അറിയില്ല. അപ്പോൾ ഞാൻ പുറത്ത് വെച്ചിട്ടാണ് പരമാവധി എടുക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ആ ഒരു കറക്റ്റ് ഇതറിയാൻ വേണ്ടിയിട്ട്. മുടി നല്ല ഗ്ലോ ആയിട്ട് നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി അതുപോലെ ചപ്പറവറായിട്ട് കിടക്കാണ്ട്, അതായത് ഇങ്ങനെ എന്താ പറയുക, മുടി ഇങ്ങനെ പാറി പറന്ന് കിടക്കാണ്ട് ഒതുങ്ങി നല്ല മയത്തിൽ കിടക്കണുണ്ട്. നല്ല സൂപ്പർബ് പാക്കാണ്, നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എന്താ പറയുക, നല്ലൊരു റിസൾട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു വിന്റർ സീസണിൽ ഞാനിപ്പോൾ ഫോളോ ചെയ്ത് വരുന്ന എൻ്റെ ഹെയർ പാക്ക് വീക്കിലി വൺസ് കേട്ടോ. നല്ല സൂപ്പർബ് റിസൾട്ട് അല്ലേ, അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ടില്ലേ, ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ റിസൾട്ട്. സൂപ്പറായിരിക്കും. നമ്മളൊന്നും മാറ്റം വരുത്തണ്ട, ഒന്നും പുതിയത് ആഡ് ചെയ്യേണ്ട, ഒന്നും വാങ്ങിക്കാൻ വേണ്ടി പോകണ്ട, ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ട. ഈ 2 കാര്യങ്ങളും പിന്നെ ഞാൻ ഫസ്റ്റ് പറഞ്ഞ കുറച്ച് ആ ഒരു കാര്യങ്ങൾ ഹാക്കുകളും നമ്മളൊന്ന് മനസ്സിൽ വെച്ചിട്ടൊന്ന് ഫോളോ ചെയ്താൽ നമ്മുടെ മുടിക്ക് യാതൊരു കുഴപ്പമില്ലാണ്ട് സ്ട്രോങ് ആൻഡ് ഹെൽത്തി ആയിട്ട് നമ്മുടെ മുടി ഇരിക്കുകയും ചെയ്യും. നല്ല നീളത്തിലും ഉള്ളോടുകൂടി വളരാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പ്രത്യേകിച്ച് ഒന്നും വേണ്ട. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചെയ്ത് നോക്കുക. ജസ്റ്റ് നമ്മുടെ ചെറിയ ചെറിയ മാറ്റങ്ങളല്ലേ ഉള്ളൂ നമ്മുടെ ആ ഒരു റുട്ടീനിൽ. നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും പൈസ ചിലവാക്കിയാൽ കൊടുക്കൊന്നും വേണ്ട. അല്ല, നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ സ്ഥിരമായിട്ട് ഞാൻ മുന്നേ പറഞ്ഞതും കുറേ പേര് ഇത് ഫോളോ ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്, പാക്കാണെങ്കിലും ഒക്കെ ആണെങ്കിലും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായാലും പറയാം. അടുത്ത വിൻ്റർ സീസണിൽ നിങ്ങൾ ഇത് തന്നെ ഫോളോ ചെയ്യുക. നമ്മൾ ഈ വിൻ്റർ സീസൺസിൽ കോമൺ ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.